ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തും കഴിഞ്ഞ ദിവസം കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു പഴയ കെട്ടിടം തകർന്നു വീണ അവസരത്തിലും നമ്മുടെ കോൺഗ്രസിലെ മരണപ്പെട്ടു പോയ ബഹുമാന്യ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പിന്നെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം 3000-ലധികം വീട് അദ്ദേഹം കയറി ഇറങ്ങി വോട്ട് ചോദിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തമുണ്ടായ സമയത്തും അദ്ദേഹം വളരെ ഭംഗിയായി ആ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് മുന്നിലേക്ക് പോയി സമരത്തിൻ്റെ ഒപ്പം നിന്നു. സർ, ഇത് ഈ പറയുന്ന കോൺഗ്രസ്സിലെ ചില നേതാക്കൾക്ക് അത്ര കണ്ടങ്ങ് സൂചിച്ചിട്ടില്ല. അത് ചുരുക്കത്തിൽ ഇങ്ങനെയാണ് സർ, ഇത്തരം വിയർപ്പിൻ്റെ രാഷ്ട്രീയം, പിന്നെ രണ്ടാമത് പന്ത് പോലും ഇല്ലാതെ ഈ പറയുന്ന പോലെ ഒരു ഫോർവേഡ് കളി, ഒരു വല്ലാത്ത ഫോർവേഡ് കളി, പിന്നെ പെനാൽറ്റി ബോക്സിനകത്ത് കിടന്ന് ഫോർവേഡ് കളിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് ഒരു പറച്ചിലും കേൾക്കുന്നുണ്ട്. സർ, അതിലെ ഒരു രാഷ്ട്രീയം എന്താണെന്നൊന്ന് പറയാമോ? യുവദാസിന്റെ നല്ല പ്രയോഗങ്ങളാണ്. ഇപ്പൊ ചാണ്ടി ഉമ്മനെ കുറിച്ച് അദ്ദേഹത്തിന്റെ എതിരാളികളാണ്, സ്വന്തം പാർട്ടിയിൽപ്പെട്ട എതിരാളികളാണ്, അവരുന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണമാണ് ഇപ്പോൾ അത്. അവര് പറയുന്നത് ചാണ്ടി ഉമ്മൻ കോൺഗ്രസ്സുകാരെന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം കോൺഗ്രസ്സുകാർ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ വിയർപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്നു എന്ന്. ശരീരം വിയർക്കുക, ശരീരം വിയർത്തിട്ട് ഖദർ വസ്ത്രത്തെ വൃത്തികേടാക്കുക, അല്ലെങ്കിൽ ഖദർ വസ്ത്രം മാറ്റേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ശ്രീ ചാണ്ടി ഉമ്മൻ ചെയ്യുന്നു എന്നാണ്. അതായത് ഇപ്പൊ തുടങ്ങിയതല്ല, ഇന്നലെ മെഡിക്കൽ കോളേജിലെ 2 ദിവസം കൊണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങിയതല്ല. ഇത് നിലമ്പൂരിലാണ് അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പും ശ്രീ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ അങ്ങനെ പിന്നെ MLA ആയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ പിതാവിനോടൊപ്പം കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം പല യോഗങ്ങളിലും പിന്നെ ചർച്ചകളിലും ഒക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൗദ്യോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പിതാവിന് ആരോഗ്യ പ്രശ്നമായി ഉണ്ടായ സമയത്താണ് കൂടുതലായിട്ടും നമ്മൾ ചാണ്ടി ഉമ്മനെ കാണുന്നത്. എന്ന് കരുതിയിട്ട് അദ്ദേഹം മുൻനിരയിൽ കയറിയിട്ട് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞതായിട്ടും കണ്ടില്ല. പിന്നീട് പിതാവിന്റെ മരണശേഷം അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് MLA ആയി നല്ല ഭൂരിപക്ഷത്തിന് MLA ആകുകയും ചെയ്തു. MLA ആയ ശേഷവും ശ്രീ ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ സൈലന്റ് ആയിരുന്നു. അദ്ദേഹം അങ്ങനെ മുൻനിരയിൽ ഏതാണ്ട് 40 വയസ്സ് എത്തുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ വലിയ ഭാരവാഹിത്വം ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായെങ്കിലും ഒന്നിലും, പ്രത്യേകിച്ച് ഈ ചാനൽ മൈക്കുകളുടെ മുമ്പിലൊന്നും അദ്ദേഹം വന്ന് പ്രകടനം നടത്തിയതായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെയില്ല, വളരെ നിശബ്ദനായിട്ട് ഒഴിഞ്ഞ് തന്റേതായ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്റ്റൈലിൽ നിശബ്ദമായ പ്രചരണം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളായിരുന്നു ശ്രീ ചാണ്ടി ഉമ്മൻ. അപ്പോഴാണ് ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഗ്രസിന്റെ പുതിയ തലമുറ നേതാക്കന്മാര് അവരെല്ലാവരുടെയും ഒരു എക്സർസൈസ് എന്ന് പറയുന്നത് പിന്നെ രാവിലെ മണ്ഡലത്തിൽ ചെല്ലുക, അത്യാവശ്യം പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുക, പിന്നീട് ചാനലുകളെ അഭിമുഖീകരിക്കുക. ഇവര് ചാനലിൽ അഭിമുഖീകരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവരിൽ പലരും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതും ഇതിന്റെ ഭാരവാഹിത്വത്തിലുള്ള നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവിടെ വരുന്ന ക്യാമറാമാൻമാർക്കും ചാനൽ റിപ്പോർട്ടർമാർക്കും ഒക്കെ ഇവരെ നല്ല പരിചയമാണ്. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിക്കും, ബാ നമുക്കൊരു ബൈറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇവരങ്ങോട്ട് ചെല്ലുന്നതായിരിക്കാം. എന്തായാലും കൊള്ളാം, ഇവരുടെ പ്രധാന പ്രവർത്തനം ഇവരൊക്കെ ആയിരുന്നു ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ്. ഇവരത്തരം പ്രസ്താവനകളൊക്കെ കൊടുത്ത ശേഷം തിരിച്ചെടുത്ത വണ്ടിയില് ചിലപ്പോൾ AC ഉള്ള കാറായിരിക്കും, അതേ കയറി അവർക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അല്ലാതെ ശരീരം വിയർത്ത് അല്ലെങ്കിൽ ഇറങ്ങി നടപ്പിന്റെ രാഷ്ട്രീയം, മഹാത്മാഗാന്ധി കോൺഗ്രസ്സുകാരെ പഠിപ്പിച്ച നടക്കുക, ഗ്രാമങ്ങളിലേക്ക് നടക്കുക, ഇന്ത്യയുടെ ഉള്ളിലേക്ക് നടക്കുക, അത്തരം രാഷ്ട്രീയമൊക്കെ കോൺഗ്രസ്സുകാർ മറന്നിട്ട് എത്രയോ കാലങ്ങളായി. കോൺഗ്രസ്സുകാരെന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അത് മറന്നുപോയി. അത് ചാണ്ടി ഉമ്മനാണ് അതിന് ഒരു അപവാദമായി മാറിയത്. പെട്ടെന്നാണ് ചാണ്ടി ഉമ്മൻ നിലമ്പൂരിലെത്തുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല കേട്ടോ. യൂത്ത് കോൺഗ്രസിന്റേതാണെങ്കിലും വലിയ തല എടുപ്പുള്ള നേതാക്കന്മാരൊന്നും ചാണ്ടി ഉമ്മന്റെ കൂടെ ഇല്ലായിരുന്നു. ഒരുപക്ഷെ 2 കാര്യങ്ങളാണ്. അന്നത്തോടൊപ്പം നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ യന്ത്രം പോകുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ഒരു നടപ്പെന്നൊക്കെ പറയുന്നത്. ഉമ്മൻചാണ്ടിക്ക് പണ്ടത് ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റൈലിലാണ് ചാണ്ടി ഉമ്മന്റെ പോക്ക്. 3000-ലധികം, മുമ്പ് അയ്യപ്പദാസ് സൂചിപ്പിച്ചത് പറഞ്ഞ പോലെ 3000 ചെല്ലുവാനും വീടുകളിലാണ് അദ്ദേഹം കയറി ഇറങ്ങിയത്. കയറി വോട്ട് ചോദിച്ചു, UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്. 3000-ന്റെ ഒരു കണക്കെടുത്ത് നോക്കാം. 3000 ഒരു വീട്ടിൽ നമ്മൾ 5 പേര് ശരാശരി കൂട്ടുക. 5 പേരെ ശരാശരി കൂട്ടിയാലും 3000 ഇൻറ്റു 5 15000 ആളുകളോട് അദ്ദേഹം നേരിട്ട് സംവദിച്ചു, നേരിട്ട് ചെന്ന് വോട്ട് ചോദിച്ചു. അദ്ദേഹം വോട്ട് ചോദിച്ച രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ? എങ്ങനെയാണ് ശ്രീ ചാണ്ടി ഉമ്മൻ ചോദിച്ചത്?
ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകനാണെന്ന് പറയുമ്പോൾ തന്നെ വീട്ടുകാരെന്നുള്ള തിരിച്ചുള്ള പ്രതികരണം വരുന്നത് എങ്ങനെയാണ്? വേണ്ട 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 പറയണ്ട, ഞങ്ങൾക്കറിയാം എല്ലാം ഞങ്ങൾക്കറിയാം എന്നൊക്കെയാണ് വീട്ടമ്മമാര് പറയുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, ഞാൻ രണ്ട് വാചകങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടുകയാണ്. ചില വീട്ടമ്മമാരൊക്കെ അദ്ദേഹത്തോട് സ്നേഹം പ്രകടിപ്പിച്ചത് കണ്ടില്ല. അദ്ദേഹത്തിന്റെ ബയോഡേറ്റ മുഴുവൻ അറിയാവുന്ന വീട്ടമ്മമാരാണ്. സാധാരണ വീട്ടമ്മമാര് പറഞ്ഞില്ലേ, മോനൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് ഒരു കല്യാണം കഴിച്ച്, ശാന്തി വിവാഹിതനല്ല, കല്യാണം കഴിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങ് കൂട് എന്നൊക്കെ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു കണക്ക് ഉദ്ദേശം 3000 ഇൻറ്റു നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് പ്രകാരം 15,000 ആളുകളോട് നേരിട്ട് സംബന്ധിച്ചതിൽ 15,000 പേര് വോട്ട് ചെയ്യണ്ട, അതിലൊരു പകുതി പേരെങ്കിലും വോട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുക. എന്തൊരു വർക്കാ അദ്ദേഹം അവിടെ ചെയ്ത്, ഇല്ലേ? എല്ലാവരും എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല അംഗീകാരം അദ്ദേഹത്തിന് അത് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഒരു സ്ഥാനാർത്ഥിയുടെ 10,000-ത്തിന് മുകളിൽ വോട്ടുകൾക്കാണല്ലോ അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തു. പിന്നീടാണ് കോട്ടയം സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം സംഭവം നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ജോഗ്രഫി പറയുകയാണെങ്കിൽ കോട്ടയത്താണ്, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് സംഭവം ഉണ്ടാകുന്നത്. തൊട്ടടുത്ത സ്ഥലമാണല്ലോ പുതുപ്പള്ളി. ചാണ്ടി ഉമ്മൻ സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നു, മെഡിക്കൽ കോളേജിലേക്ക് ഓടി വന്നപ്പോഴ് ഈ പറഞ്ഞതുപോലെ ആദ്യം ക്യാമറകളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം നിന്നത്. അദ്ദേഹം പെട്ടെന്ന് ഉമ്മൻചാണ്ടിയുടെ പിതാവിൻ്റെതായ ഒരു സ്റ്റൈലിൽ അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് ഈ ദുരന്തമുണ്ടായ കെട്ടിടത്തിലേക്ക് ഓടി കയറി. അവിടെ എന്താണ് സംഭവിച്ചത്? ഇതിനിടയിൽ അദ്ദേഹത്തിന് ഒരു വിവരം കിട്ടിയെന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്, അവരുടെ മകനോ ബന്ധുക്കളോ ആരോ പറഞ്ഞു, കാണുന്നില്ല, ഒരാളിനെ കാണുന്നില്ല. ശരിക്കും അന്നത്തെ ആ റിപ്പോർട്ട് പ്രകാരം ചാണ്ടി ഉമ്മന്റെ വായിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഈ ഒരു വിവരം പുറത്തു വരുന്നു തോന്നുന്നു. ഒരാളിനെ കാണാനില്ല എന്നുള്ളത്, ഒരു സ്ത്രീയെ കാണാനില്ല എന്നുള്ളത്. ആ സമയത്ത് നമ്മുടെ ബഹുമാനരായ മന്ത്രിമാർ ഉണ്ട് അവിടെ, അവര് സ്ഥലത്ത് നിൽപ്പുണ്ട് അവിടെ. അവരാരും ഇത് അറിഞ്ഞതാണോ അതോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതോ അവര് JCBക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ട് നിൽക്കുകയാണോ എന്നും അറിയത്തില്ല. എന്തായാലും ചാണ്ടി ഉമ്മനാണ് പെട്ടെന്ന് വിഷയത്തെ അങ്ങ് സജീവമാക്കി. അമ്മയെ കാണാനില്ല എന്നുള്ള മകളുടെ കരച്ചില്, മകന്റെ കരച്ചില്, ഇത്തരം വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ബന്ധുവിന്റെ വിലാപം, ഇതെല്ലാം കൂടെ പെട്ടെന്ന് വിഷയമായി. പിന്നെ അവിടുന്ന് പോകുന്നില്ല. ആ 3 നിലയിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു, വാർഡുകളിൽ പോകുന്നു, ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ സജീവമായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അന്ന് വൈകുന്നേരവും പോകുന്നില്ല. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പോകുന്ന ആംബുലൻസിന്റെ മുന്നിൽ ആംബുലൻസ് തടഞ്ഞു എന്ന് പറഞ്ഞ് വേറൊരു വിവാദമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ ഒരു പ്രവർത്തകനെ കസ്റ്റഡിയിൽ എടുത്തതിന്റെ പേരിൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ അദ്ദേഹം കുത്തിയിരിക്കുകയുമാണ്. അന്ന് രാത്രി എപ്പോഴാണ് പിന്നെ അത് പോയെന്ന് അറിഞ്ഞൂടെ, നമ്മളെ രാത്രി ഒരു 9-10 മണി വരെ കാണുന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കുത്തിയിരിക്കുകയാണ്. പിന്നീട് ആ കേസ് എങ്ങനെ അവസാനിച്ച് പ്രവർത്തകനെ വിട്ടുകൊടുത്തെന്ന് അറിയത്തില്ല. അപ്പൊ അന്ന് ഒരു ഫുൾ ഡേ, ഒരു മുഴുവൻ ദിവസവും അവിടെ നിറഞ്ഞു നിന്നു ശ്രീ ചാണ്ടി ഉമ്മനായിരുന്നു. ഇതുകൊണ്ടും തീരാതെ പിറ്റേ ദിവസം സർക്കാരിന്റെ സാമ്പത്തിക സഹായം ഉടനെ പ്രഖ്യാപിക്കണം, ഇന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ചാണ്ടി ഉമ്മനാണ്. ഇതൊക്കെ പറയേണ്ട നേതാക്കന്മാർ വേറെ ഉണ്ടെന്നാണ് പറയുന്നത്. UDF-നെ സംബന്ധിച്ചോളം പ്രതിപക്ഷ നേതാവുണ്ട്, അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം ആണെങ്കിൽ പ്രസ്താവനകൾ വരാമല്ലോ. KPCC പ്രസിഡന്റ് പ്രസ്താവന വന്നിട്ടില്ല, പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വന്നിട്ടില്ല, കോൺഗ്രസ് സീനിയർ നേതാക്കന്മാരുടെ ഒരു പ്രസ്താവനയും വരുന്നതിന് മുമ്പ് ചാണ്ടി ഉമ്മന്റെ പ്രസ്താവന വന്നു. പ്രസ്താവന വരിക മാത്രമല്ല, ഇദ്ദേഹം എന്ത് ചെയ്തു, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ ഒരു 5 ലക്ഷം രൂപ, സർക്കാരിന്റെ സഹായം വരുന്നതിന് മുമ്പ് തന്നെ ഒരു 5 ലക്ഷം രൂപ ഈ കുടുംബത്തിന് അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ട് മുമ്പേ അയ്യപ്പദാസ് പറഞ്ഞതുപോലെ ഇദ്ദേഹം ഓഫ് സൈഡ് കളിക്കുകയാണോ എന്നൊരു തോന്നും, അല്ലേ? ഓഫ് സൈഡ് കളിക്കുകയാണ്, പന്തില്ലാതെ പെനാൽറ്റി ഏരിയയിലേക്ക് കയറിയിരിക്കുകയാണ്, പെനാൽറ്റി ഏരിയ കയറി ഗോളടിക്കാൻ നോക്കുകയാണ്, അല്ലേ? ഞങ്ങളിവിടെ കുറെ പേര് ഇവിടെ ബാക്കിയുണ്ട്, ഇവരെ ആരും നോക്കുന്നില്ല. പക്ഷെ ചുവന്ന കൊടി കാണിക്കാനും പറ്റത്തില്ല. ചാണ്ടി ഉമ്മന്റെ നേരെ ചുവന്ന കൊടി കാണിക്കാൻ ഒക്കത്തില്ല, അദ്ദേഹം ഫൗളാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ഉമ്മൻചാണ്ടിയുടെ മകനാണ്, അല്ലെ? ഉമ്മൻചാണ്ടിയുടെ മകനാണ്, ജനസ്വാധീനമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് തെറ്റുമില്ല. പക്ഷേ ഇത് എത്ര കണ്ട് ഈ പറഞ്ഞതുപോലെ ഈ മുന്നേറ്റ നിരയിൽ കയറി കളിക്കാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോ അത്തരത്തിലുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇന്നർ സർക്കിളിൽ അത്തരം ചർച്ചകളൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ്. അവരുടെ ആശങ്കയ്ക്കും ഉണ്ട്. നേതാക്കന്മാരും മറ്റേ KSUവിലും യൂത്ത് കോൺഗ്രസിലുള്ളവരുടെ ആശങ്ക ഇത് തന്നെയാണ്. ചാണ്ടി ഉമ്മൻ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഉമ്മൻചാണ്ടിയായി മാറുമോ? അതാണ് അവരുടെ ഭയം. 50 വർഷം പുതുപ്പള്ളി മണ്ഡലം ഇനിയും ചാണ്ടി ഉമ്മൻ എഴുതി കൊടുക്കേണ്ടി വരുമോ? അതാണ് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അതേപോലെ തന്നെ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയായിട്ട് മാറുമോ? ഈ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു തോന്നുന്നു കോൺഗ്രസിന്റെ ഉപശാലകളിൽ, ഇന്നർ സർക്കിളിൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. ഏതായാലും സാർ, സാറിന്റെ നിരീക്ഷണം വളരെ ശരിയാണ്. അതായത് വിയർക്കാത്ത ഒത്തിരി പേര്
നമ്മുടെ ഈ കോൺഗ്രസ്സുകാർക്കിടയിലുണ്ടല്ലോ, അത് യുവനിരയിലെ. അപ്പോൾ അവർ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുകയായിരിക്കും, ദൈവമേ അടുത്തൊരു 50 കൊല്ലം കൂടെ ഉമ്മൻചാണ്ടി സാർ ഇരുന്ന പോലെ ഈ മകനും ഇരിക്കുമോ എന്ന് എന്ന് അത് കറക്റ്റ് നല്ല നിരീക്ഷണമാണ്. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ സാർ? തീർച്ചയായിട്ടും അതിനാണ് സാധ്യത. അത് തടയാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്, കൂടുള്ളവർ നോക്കുന്നത് തന്നെയാണ്, എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്.